നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ വന്നു, ഒന്ന് പറയട്ടെ. ഈ പകർന്നു കൊടുക്കാനുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാക്ഷ്യവും വേണം. അല്ലെങ്കിൽ അത് ആരും സ്വീകരിക്കത്തില്ല. പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, അല്ലാത്തവർക്കത് പകർന്നു കൊടുക്കാൻ കഴിയില്ല. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ തരണമേ. ഒരു വചനം, നിങ്ങൾ കേൾക്കുന്ന വചനേ 10 പേർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ബുദ്ധി പോരാ, ചിന്ത പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം വേണം. ചുമ്മാ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നിയോഗത്തോടെ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകവും ഒരു സാക്ഷിയൊക്കെ വേണം. നിങ്ങളിലതുണ്ടാകട്ടെ, നിങ്ങൾക്കത് ലഭിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. ദിവസവും 5:30 എഴുന്നേറ്റ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. വിവിധ സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കേൾക്കുന്നവർ, കാണുന്നവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട നിങ്ങൾ, എഴുതിയെടുത്ത നിങ്ങൾ, അയച്ചു കൊടുത്ത നിങ്ങൾ, അതൊരു ശുശ്രൂഷ പോലെ ചെയ്യുന്ന സകലരെയും ഞങ്ങളുടെ പ്രാർത്ഥന ഉറപ്പ് നൽകുന്നു. ദൈവാനുഗ്രഹം ഉറപ്പ് നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു.